എടുത്തിട്ട് നമുക്ക് 180 വെറും 180 ഇന്നോവ കേട്ടോ. അതായത് നമുക്ക് 10-20 രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം. വെറും 65,000 രൂപയ്ക്ക് കൂടുതൽ ഇനി വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. പോളാരിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2016 മോഡൽ വണ്ടി. ഇതാണ് 3,20,000 രൂപ കൊടുക്കുക. 30 കിലോമീറ്ററിന് മേലേക്ക് മൈലേജും കിട്ടും. ഫുൾ ഓൺ ആയി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2015 മോഡല്. ഇറ്റ്സ് അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കളക്ഷൻ വരുന്നുണ്ട്. ഒരു ബൈക്കിന്റെ EMI അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വിലക്കുറവിലൊക്കെ വാഹനങ്ങളാണ് നോക്കുന്നത്. 40,000 രൂപ മുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് റേഞ്ചുള്ള വാഹനവും മോഡൽ കൂടിയത് ഓട്ടോമാറ്റിക്, ഡീസൽ, സെഡാനുകൾ, SUV എല്ലാം നമുക്ക് ഒരു കുടക്കയിൽ. കാരണം നമുക്ക് 100-ൽ പരം സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഏതൊരു വാഹനമാണെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സണ്ണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ നമ്മൾ സാധാരണക്കാരന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് അല്ലെങ്കിൽ EMI നോക്കുന്ന ഒരു 6,000 സംതിങ്ങിലൊക്കെ ഓട്ടോമാറ്റിക് വാഹനങ്ങളടക്കം നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നും ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള റാഫിക്കിനാണ്. റാഫിക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ഒരു പാർട്ടാണ് അല്ലേ. ലാസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് അത്യാവശ്യം ഇതേപോലെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ സണ്ണിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് എങ്ങനെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം? വരുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാലി പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. കുറേ ആൾക്കാർക്ക് ലൊക്കേഷൻ നമ്മൾ ഗൂഗിളിൽ അടിച്ചാലും കിട്ടും. പിന്നെ ലൊക്കേഷൻ നമ്മൾ ഷെയർ ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തവണ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ നേരെ ഷെയർ ചെയ്ത് തരും. ഞാനെല്ലാം ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ സണ്ണി യൂസ് കാസത്ത് പുത്തനത്താണിൽ നിന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ ജനപ്രിയ മോഡലിൽ നിന്ന് തുടങ്ങാം അല്ലേ. നമ്മുടെ സ്വന്തം മാരുതി സുസുക്കി സ്വിഫ്റ്റ്. ഇത് എങ്ങനെയായിരുന്നു, ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ 2018 VXI. ഇത് നമുക്ക് പെട്രോൾ ആണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ് അല്ലേ. ഒരു 17-18 തന്നെ മൈലേജും കിട്ടൂല. അത് KL13 നമുക്ക് ഒരു കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 90-95% ടയേഴ്സ് വരുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് 18 മോഡല് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 ഓടിക്കണേ. പക്ഷെ ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ നമുക്ക് വല്ല ടെൻഷൻ വേണ്ട. വളരെ നമുക്ക് കറക്റ്റ് ഓയിൽ ചേഞ്ചിങ് ചെയ്തു പോയത് തന്നെ നമുക്ക് ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ്. അതും മൈലേജ് കിട്ടുന്ന ഒരു മോഡൽ. റാഫിക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റില്ല? അതാണെങ്കിൽ നമുക്ക് 5,20,000 രൂപയാണ് ആവശ്യപ്പെടുന്നത്. 5, 10, 15 കൊടുക്കാം. 4 മേൽക്കുമ്പോൾ ലോണും കൊടുക്കും. വേണം ഒരു 19 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കിയിട്ട് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അമേസ് ഇല്ല, അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി കളറ്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോങ്ങിൽ നമുക്ക് 24 മൈലേജ് കിട്ടും. മെയിൻ്റെനൻസും വളരെ കുറവാണ്. എത്തിയോസിലിവ പോലെ തന്നെ കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു മോഡൽ കൂടിയാണ് അമേസ്. അതിനാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. 2018 ഡീസൽ വരുന്നത്. എസ് ഓപ്ഷനിൽ ഫസ്റ്റ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഏകദേശം ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ പക്ക വണ്ടിയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന 6,60,000 രൂപ കൊടുക്കാം. 6 രൂപയുടെ അടുത്ത് നമുക്ക് ലോൺ ചെയ്തു 10-60 രൂപ സുഖമായിട്ട് ഇറക്കാം. മൈലേജ് മെയിൻ്റെനൻസ് കുറവ് എന്നുള്ളതാണ് ഹൈലൈറ്റ്. കിലോമീറ്റർ എത്രയായിരുന്നു വരുന്നത്? കിലോമീറ്റർ ഓടിക്കാൻ 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലേ. ദെൻ അതേപോലെ തന്നെ അടുത്ത് നമുക്ക് ഡീസലിന് നല്ല മൈലേജ് കാര്യങ്ങളും നല്ല സ്പേസും ഫീച്ചേഴ്സൊക്കെ നോക്കുന്നവർക്ക് ഒരു മാരുതി സുസുക്കി സിയാസ്. അപ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഫുള്ള് ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഇത് നമുക്ക് വൃത്തിയാക്കാൻ ഇവിടെ വീഡിയോ വന്നപ്പോൾ നമ്മൾ കൊടുത്തിട്ടാണ് ഫുള്ള് വൃത്തിയായി പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മൈലേജ് ആണെങ്കിൽ 20-20 മുകളിൽ തന്നെ കിട്ടും ചെയ്യൂല. ഇതിന് പ്രത്യേകത ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണിൽ എടുക്കാം. 2017 മോഡല് ZDI പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഹൈബ്രിഡിൽ വരുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് 22-23 തന്നെ മൈലേജ് പ്രതീക്ഷിക്കാം. ഡീസലിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ. ആണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന 5,80,000 രൂപ 6 രൂപ അടുത്ത് ലോൺ കൊടുക്കും. ലോൺ ചെയ്യാം. അതായത് നമുക്ക് 10-20 രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇത് നമുക്ക് അടുത്തൊരു ഓൾട്ടിസ് അല്ലേ. ഓൾട്ടിസ് 2010 മോഡല് പുതിയ പേപ്പർ എടുത്തിട്ടാണ് വണ്ടി വരുന്നത്. അത് 2030 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് നല്ല കിട്ടുന്ന അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവ്. മൈലേജും ഇത്ര വലിയ വാഹനമാണെങ്കിൽ 20 കിലോമീറ്റർ മൈലേജും കിട്ടും. എങ്ങനെയായിരുന്നു നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.30 ഓടിക്കുന്നത്. ഇതാണ് ഫൈനൽ നമുക്ക് റേറ്റിൽ വരുന്നതാണ് 3 ലക്ഷം രൂപ കൊടുക്കാം. അതേ പേപ്പർ നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ ആ റേറ്റിൽ നമുക്ക് 3 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ 30 വരെ പേപ്പറുള്ള വണ്ടി നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ബെസ്റ്റ് പ്രൈസിന് അല്ലേ. അതായത് വീണ്ടും നമുക്കൊരു ഡസ്റ്റർ, ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡസ്റ്ററും ടെറാനും പരിചയപ്പെട്ടിരുന്നു. ഇത് ഏതായിരുന്നു PS വരുന്നത്? ഇത് 2014-15 രജിസ്റ്റർ 85 വരുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളൂ. മാക്സിമം ലോണും കിട്ടും. മാക്സിമം റേറ്റിൽ നമുക്ക് കൊടുക്കും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് 85 PS ആയതുകൊണ്ട് മൈലേജ് നല്ലോണം കിട്ടും ചെയ്യും. മെയിൻ്റെനൻസ് കുറവായിരിക്കും അല്ലേ. അതായത് നമുക്ക് 18-20 മൈലേജും കിട്ടും. എന്നാൽ 85 PS ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് ഫ്രീ ഉള്ള ഒരു വാഹനമാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ടയേഴ്സ് ആണെങ്കിൽ എല്ലാം പക്കയാണ്. പെയിന്റ് ഒക്കെ ടച്ച് ചെയ്യാൻ പോളിഷൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടതാണ്. ഇതൊന്നും മേജർ അല്ല, ജസ്റ്റ് ടച്ച് ആൻഡ് പോളിഷേ ഉള്ളൂ. ഞാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വൃത്തിയാക്കാൻ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രം ഇവിടെ കൊടുത്തിട്ട്
എത്ര നമ്മൾ ചോദിക്കണ ലാസ്റ്റ്? ഇതാണെങ്കിൽ 4,30,000 രൂപ ആവശ്യപ്പെടുന്നത്. ലോൺ നമുക്കൊരു 4 രൂപ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 30 രൂപ ഉണ്ടെങ്കിൽ ഈ ഡീസൽ SUV ഇറക്കാം കേട്ടോ. അതിനടുത്തൊരു 7 സീറ്റർ സൈലോ അല്ലേ? ഇതും പുതിയ പേപ്പറിൽ 2010 മോഡല്. പുതിയ പേപ്പർ എടുത്തിട്ടാണ് 1,70,000 രൂപ കൊടുക്കും. 1,70,000 7 സീറ്റർ ഡീസൽ വണ്ടിയാണ്. പൊതുവെ നമുക്ക് മഹീന്ദ്രയിലെ ഒരു യാത്രാ കംഫർട്ട് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് സൈലോ അല്ലേ? സൈലോ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾ ചോദിച്ചാൽ അതിൻ്റെ കംഫർട്ട് കൊണ്ട് തന്നെയാണ്. മൈലേജ് അത്യാവശ്യം കിട്ടുന്ന ഒരു വാഹനമാണ്. 7 സീറ്റർ ആണ്, ഡീസൽ വണ്ടിയാണ്. 1,70,000 പുതിയ പേപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഫാമിലിക്ക് നമുക്കൊരു വാഹനം സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നമുക്ക് 100% പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ആയിട്ടുണ്ട് അല്ലേ? പൊതുവെ മെയിൻ്റനൻസ് വളരെ കുറവാണ്, നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനം. നമുക്ക് എസ്റ്റിലൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ്. ഇന്റീരിയറും നല്ല ഫീച്ചേഴ്സ് വരുന്ന വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മാഗ്ന പ്ലസ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്, ഫുള്ള് ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. ഓക്കെ, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, നല്ല കോൾഡ് സീറ്റ് കവേഴ്സ്. പിന്നെ ഈ ഒരു ചെറിയ സെഗ്മെന്റ് ആണ് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ റിയറിലും വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,10,000 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ മാക്സിമം ലോണും കൊടുക്കാം. അപ്പോൾ 10 രൂപ വണ്ടി ഇറക്കാം അല്ല? അടുത്ത തവണ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെന്നൊക്കെ നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വാഹനം, ഗോൾഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. നല്ല മെക്കാനിക് ഉള്ള വണ്ടി, 2001 മോഡല്, 26 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി, ക്ലീൻ വണ്ടിയാണ്. MPFE ആണ് വരുന്നത്? അല്ല, കാർബറ്റർ വരുന്നത്. എറണാകുളത്ത് നമ്മൾ ഇപ്പോൾ എടുത്താണ്. എറണാകുളത്ത് ബൈ റോഡ് ഓടിച്ചു വന്നാണ് വണ്ടിയാണ്. അതിന് ക്ലീൻ വണ്ടിയാണ്. ഇതാണ് നമുക്ക് 60 രൂപ കൊടുക്കാം. 60 രൂപയ്ക്ക് പക്ക വണ്ടി, 26 വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഇത് നമുക്ക് നാനോ, ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2012 മോഡലാണ്. ഇത് 45 രൂപ കൊടുക്കാം. 45 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അല്ലേ? ഇത് നമുക്ക് ഒന്നുകൂടെ ഒരു ബ്ലൂ ഫിനിഷിംഗ് നാനോ. 15-16 റേഷുള്ള പവർ സ്റ്റാറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇത് ഫൈനലാണ് നമുക്ക് 85 രൂപ കൊടുക്കും. 85 രൂപയ്ക്ക് അല്ലേ? അടുത്ത് നമുക്കൊരു ഫ്ലൂയിഡിക്ക് വെർണ വരുന്നുണ്ട്. ഫുൾ ഓൺ ആയി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2015 മോഡല്, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഇത് നമുക്ക് 4,40 കൊടുക്കാം. 4,40 ലോണും കൊടുക്കാം. അതായത് നല്ല മൈലേജ് കിട്ടും, നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനമാണ്. കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്, ബാഗൊക്കെ വരുന്ന വണ്ടിയാണ് അല്ലേ? ഇത് നമുക്ക് റിക്സിന്റെ കളക്ഷൻ വേറെ വരുന്നുണ്ട്. ഇത് 2016 മോഡൽ വണ്ടിയാണ്. നല്ലൊരു CNG ആണ് വരുന്നത്. റീവണ്ടിയിൽ വരുന്ന വണ്ടിയാണ്. ഇതാണെങ്കിൽ 3,10,000 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അതായത് 10,000 രൂപ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ വണ്ടി കൊടുത്തോളാം. അത് 3 ലക്ഷം രൂപ ലോൺ കൊടുക്കും. ഫുൾ ഓൺലൈൻ നമുക്ക് വണ്ടി ചെയ്യാം. CNG ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ഏകദേശം 10-25 മൈലേജ് കിട്ടൂല. 25 മേലക്കുണ്ടാവും. എന്തായാലും നമുക്ക് മൈലേജ് കിട്ടൂല. ഇത് നമുക്കൊരു വീണ്ടും ഒരു ഓൾട്ടീസ്. നേരത്തെ നമ്മൾ സിൽവർ ഫിനിഷിംഗ് ആയിരുന്നു. ഇത് വൈറ്റിൽ. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2011 മോഡൽ വണ്ടി. ഇത് 3 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. അത്യാവശ്യം റീവണ്ടിയിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ? ഫിറ്റാണ്. 3 രൂപ മാക്സിമം നമുക്ക് ട്രാക്കിന് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത തവണ നമുക്കൊരു വാഗ്നർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2008 മോഡല്. പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതാണ് 1,30 കൊടുക്കുന്നത്. 1,30 നല്ലൊരു കിഡ്ലം വണ്ടിയാണ്. നമുക്ക് പൊതുവെ മെയിൻ്റനൻസ് കുറവാണ്, അത്യാവശ്യം മൈലേജും കിട്ടൂല. വീണ്ടും ഡീസൽ റിഡ്സ് അല്ലേ? 2009 മോഡൽ റിക്സ് ആണ്. പുതിയ പേപ്പർ 29 പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 1,75 കൊടുക്കാം. 1,75 ഡീസൽ വണ്ടി കേട്ടോ. അതും VDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വൃത്തിയുള്ള വണ്ടിയാണ് അല്ലേ? ഇതാണ് ന്യൂ ഫേസും അതേപോലെ അത്യാവശ്യം നമുക്ക് നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റിഡ്സ്. ഇവിടുന്ന് റിഡ്സ് അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അല്ലേ? കളക്ഷൻ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് 2,85 കൊടുക്കാം. 2,85 കേരള വണ്ടിയാണോ? കേരള വണ്ടി ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ്. അതായത് നമുക്ക് ഡാഷ് ഒക്കെ ഡുവൽ ടൂണിലൊക്കെ വരുന്ന ഒരു മോഡലാണ്. അന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു. 3,85. 2,85 നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും? 2.5 to 2.25 വരെ 30 മണി വണ്ടി ഇറക്കാല. വീണ്ടും ഇതാ സെയിം ഫേസിൽ ന്യൂ ഫേസിലൊക്കെ വരുന്ന കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനം അല്ല? ഇതെങ്ങനെയായിരുന്നു രജിസ്റ്റർ? 2014-15 രജിസ്റ്റർ ഉള്ള വണ്ടി. VDI വരുന്ന വണ്ടിയാണ്. ഇത് നിങ്ങൾ പറഞ്ഞാൽ മാക്സിമം ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 10-20 രൂപ മുടക്കിലൊക്കെ വണ്ടി ഇറക്കും ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടി. വണ്ടി ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു 18-20 കിട്ടും. പിന്നെ മാരുതിയിൽ മെയിൻ്റനൻസ് പൊതുവെ കുറവുള്ളൊരു വണ്ടി കൂടിയാണ് അല്ലേ? വീണ്ടും ഇതാ നമുക്ക് KL45 റിഡ്സ് തന്നെയാണ് വരുന്നത്. ഡീസൽ ആവശ്യമില്ലാത്തവർക്ക് പെട്രോൾ മാത്രമുള്ള വണ്ടിയാണ്. 2015 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിക്കണ്. 3ാമത്തെ ഓണറിൽ ക്ലീൻ വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒറിജിനൽ കേരള വണ്ടി, അതും നമുക്ക് പക്ക നീറ്റ് പറയാൻ പറ്റുന്ന വണ്ടിയില്ല. അതായത് നമുക്ക് വീണ്ടും ഒരു റിഡ്സിനാണ് വൈറ്റ് ഫിനിഷിങ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2016 തന്നെ CNG വരുന്ന വണ്ടിയാണ്.
ഇതും നമുക്ക് 2 MB കൊടുക്കാം, ഇതും ഫുൾ ഓൺ ആയിട്ട് കൊടുക്കും. ഇതിന്റെ ഒരു പ്രത്യേകത റിഡ്സിന്റെ ലാസ്റ്റ് ജനറേഷൻ ആകരല്ലേ, 16-ലൊക്കെയാണ് ഈ ഒരു വണ്ടി ലാസ്റ്റിലായിട്ട് വരുന്നത്. അപ്പൊ അത്രയും നമുക്ക് ലാസ്റ്റ് ജനറേഷൻ ആണ് വരുന്നത്. അല്ല ക്വാളിറ്റി അത്രയും നമുക്ക് 100% പറയാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ. ഇനി തവണ വീണ്ടും അതിന്റെ കളർ ചേഞ്ച് ഇല്ല. 2009 ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഈ വണ്ടി നമുക്ക് 1 AV കൊടുക്കാം. 1 AV കൊടുക്കാം. ടയർ ഭാഗം എല്ലാം ക്ലിയർ ഉള്ള വണ്ടി. ഡീസൽ വണ്ടി തന്നെയാണ് വരുന്നത്. ഡീസൽ VDI വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് ഒന്നുകൂടി ബഡ്ജറ്റ് ആയിരിക്കും, മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. 170 അല്ലേ. അതാണ് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒരു ബ്ലാക്ക് ഇല്ലേ. ഇത് 2012 മോഡല് ബ്ലാക്ക് അപൂർവേ കിട്ടാറുള്ളൂ ഡ്രിക്സിലൊക്കെ. ഇതാണെങ്കിൽ 2 MP കൊടുക്കാം. 2012 മോഡൽ 230 നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് അത്യാവശ്യം 18-20 മൈലേജ് കിട്ടും. ബ്ലാക്കിൽ റയർ പീസ് ആണ് വരുന്നത്. മൈലേജ് കംഫർട്ടൊക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഇത് നമുക്ക് അടുത്തൊരു 7 സീറ്ററിലേക്കാണ് പോകുന്നത്. ഷെവർലയുടെ എൻജോയ്. അതായത് നമുക്ക് ടവേരൊക്കെ നോക്കുന്ന അതേപോലെ തന്നെ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഒരു 17 മൈലേജ് കിട്ടുന്ന 7 സീറ്റർ വാഹനം. എൻജോയ് ഒന്നും ബ്ലാക്കിൽ അപൂർവ്വം കിട്ടാറുള്ളൂ. ചിലർ വൃത്തിയാക്കാണ്ട് ഹെഡ്ലൈറ്റ് ഒക്കെ മങ്ങികളൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഈ കോലത്തിലാണെങ്കിൽ നമുക്ക് 1 AV കൊടുക്കാം. 1 AV 7 സീറ്റർ ഡീസൽ വണ്ടി അല്ലായിരുന്നു. ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ. 5 സൈഡൊക്കെ ഫിറ്റ് വണ്ടി കേട്ടോ. ഞാൻ അടുത്ത ഒരു ടവേര ആയിരുന്നു. ടവേര 2 വരുന്നത് 2006 മോഡലാണ്. സിൽവർ റെഡ് 2 നമുക്ക് ആവശ്യപ്പെടുന്ന 1 റുപ്യാണ്. ഇതേ പേപ്പർ കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റ് വണ്ടികളാണ്. ഓക്കെ, രണ്ടും നമുക്ക് 1.60 1.5 രൂപ കൊടുക്കാം. 1 രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ട റെഡ് ആണ്, അത് നമുക്ക് 1.60. അതിൽ അഡീഷണൽ കാരിയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിൽവർ ഫിനിഷിങ്ങും സെയിം 2006 മോഡൽ തന്നെയാണ്. ഫാൻസി നമ്പറൊക്കെ വരുന്നത്. ഇതും നമുക്ക് 1.5ക്ക് ചെയ്യാൻ പറ്റൂല. ഇനി അടുത്തൊരു CRV അല്ലേ. CRV ഗ്യാസും പെട്രോളും കൂടി വരുന്ന വണ്ടിയാണ്. മാനുവലാണോ ഓട്ടോമാറ്റിക് ആണോ? തിരഞ്ഞെടുക്കുന്നുണ്ടാവും. നമ്മളത് എടുക്കണം നോക്കണ്ട. പേപ്പർ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് അല്ല, പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്. ഒരു 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ. CNG നമുക്ക് ഇൻബിൽട്ട് ആണ്. CNG അല്ല വരുന്നത്, ഗ്യാസ് വരുന്നത്. CNG ആണെങ്കിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, സിമ്പിളാണ്. ഇത് നമുക്ക് ഫൈനലാണെങ്കിൽ നമുക്ക് 2,30,000 കൊടുക്കാം. 2.30 വലിയൊരു വാഹനമാണ്. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം അല്ലേ. അടുത്ത് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസും അതേപോലെ ഫാമിലി യൂസിന് ഒരുപോലെ പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ അല്ലേ. നമുക്ക് ഒന്നിനേക്കാൾ ഒന്നുകൂടി ബോഡി വെയ്റ്റും സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. നമുക്ക് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഫാമിലി 5 സീറ്റർ AC ആണ് വരുന്നത്. 5 സീറ്റർ AC എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓട്ടോ ഓടിക്കണം വെറും 20,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ വണ്ടിയാണ് അല്ലേ. ഇത് ഫുൾ ഓൺ ആയിട്ട് പോകും. ഫുൾ ഓണിൽ കൊടുക്കാം അല്ലേ. ഏതായിരുന്നു മോഡൽ പറഞ്ഞത്? 2020 മോഡല് BS6 വണ്ടിയാക്കല്ലേ. 3,60,000 രൂപ ആവശ്യപ്പെടുന്നത്. 60 ലോണും കൊടുക്കാം. അത് ചെറിയ ബഡ്ജറ്റിൽ ഓൾട്ടോ എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ്? 2006 LXI 65,000 രൂപ കൊടുക്കും. വെറും 65,000 രൂപയ്ക്ക് LXI വണ്ടിയാണ്. വെറും 65,000 രൂപ. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? 26,000 പേപ്പർ. അടുത്താണ് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ 800 നോക്കുന്നവർക്ക് എങ്ങനെയായിരുന്നു മോഡൽ? 2001 27 പേപ്പർ, 28 പേപ്പർ, 5 സ്പീഡ് വണ്ടിയാണ്. ചെറിയ കായ്ക്ക് ആവശ്യക്കാർക്ക് ആണെങ്കിൽ 30,000 കൊടുക്കും. 30,000 രൂപയ്ക്ക് നമുക്കൊരു 800 അല്ലേ. അടുത്ത നമുക്ക് വെർണന്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ എല്ലാവരും വൃത്തിയാക്കാണ്ട് വണ്ടിയല്ല, പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ വണ്ടിയാണ്. ഡീസൽ വരുന്നത്. ഇതാണെങ്കിൽ 70 രൂപ കൊടുക്കും. വെറും 70 രൂപയ്ക്ക് ഡീസൽ വണ്ടിയാണ്. ഏകദേശം ഒരു 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് തരുന്ന പൈസ 70 രൂപ അല്ലേ. അടുത്താണ് നമുക്ക് സാൻഡ്രോ. എങ്ങനെയാണ്? സാൻഡ്രോ 2003 മോഡൽ വണ്ടി. നല്ല മെക്കാനിക്, നല്ല ഫുൾ ഫിറ്റ് വണ്ടിയാണ്. 85,000 കൊടുക്കും. വെറും 85,000 രൂപയ്ക്ക് അല്ലേ. ഫുൾ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആയിട്ടുള്ള വണ്ടി. ഇത് നമുക്കൊരു ഫുൾ ബ്ലാക്കിലൊരു ഓൾട്ടോ കേട്ടൺ അല്ലേ. K സീരീസ് എഞ്ചിനാണ്. അത് നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല ഫുൾ ബ്ലാക്കിൽ വരുന്നൊരു വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2011 മോഡൽ വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. 3ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. ഇതാണെങ്കിൽ 1.40 നമുക്ക് ചെയ്യാൻ പറ്റും. ലോണ് നമുക്ക് സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്ക് ചെയ്യാം. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം അല്ലേ. ഇതായത് നമുക്കൊരു പണ്ടത്തെ പോലീസുകാരൊക്കെ യൂസ് ചെയ്ത് നമുക്കൊരു മഹീന്ദ്ര ഒരു ഇൻവേർട്ടർ അല്ലേ. അതെ, 2009 ആണ്. പുതിയ പേപ്പർ കംപ്ലീറ്റ് പെടുത്ത വണ്ടിയാണ്. ഇതാണെങ്കിൽ ഫൈനലി നമുക്കൊരു 2 AV കൊടുക്കാം. 2 AV ഡീസലിൽ ഫുഡൊക്കെ ഇടാണ്ട് ഫുൾ വൃത്തിയാക്കി കൊടുത്തോളാം. അതൊക്കെ നമ്മളിപ്പോൾ സ്റ്റോക്കിൽ കയറി വണ്ടികളാണ്. അതൊക്കെ വൃത്തിയാക്കിയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ പറഞ്ഞില്ല. സുമോ ഗ്രാൻഡ് ആ ഫസ്റ്റ് ഓണർ വണ്ടി. നമ്മളിവിടെ നാട്ടിൽ 4 ഇറങ്ങിയ വണ്ടിയാണ്. 4 ഇറങ്ങിയ വണ്ടിയാണല്ലേ. അത് നമുക്ക് വൃത്തിയുള്ള വണ്ടി, നല്ല മെക്കാനിക്ക്, നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. നമ്മൾ ആ സുമോ ഒന്നുകൂടി ഒരു എക്സിക്യൂട്ടീവ് ഗ്രാൻഡില് നല്ല മെക്കാനിക് കൊണ്ടുവരുന്ന വണ്ടി. ആക്സിഡന്റ് കാര്യം കൂടി ഇല്ലാത്ത വണ്ടിയാണ്. ഇതാണ് ഫൈനൽ നമുക്ക് 1.60 ഡീസൽ വണ്ടിയാണ്. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയില്ല കൊടുക്കാം. ഇത് നമുക്കൊരു ഇന്നോവ ഏറ്റവും ചെറിയ ബഡ്ജറ്റ് നോക്കുന്നത്. 2007 ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയായിരുന്നു? 3,30,000 കൊടുക്കും. 3.30 അല്ലേ. ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള വണ്ടിയാണ്. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പറൊക്കെ 27 അല്ല, പേപ്പർ 27 വരെ നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. ഞാൻ അടുത്ത് വീണ്ടും ഒരു വൈറ്റ് ഇന്നോവ അല്ലേ. ഇത് Type 4 ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് സ്കേറ്റിങ് കാര്യങ്ങളും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള വാഹനം. KL 35 ആണ് രജിസ്ട്രേഷന്. കേരള വണ്ടി തന്നെയാണ് വരുന്നത്.
ഇല്ല, ഇത് വണ്ടിയാണ്. പുതിയ പേപ്പർ ഇപ്പൊ എടുത്ത വണ്ടിയാണ്. 2010 G4 വണ്ടി. ഇത് 30 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? 2030 മേലേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. വണ്ടിയില്ല. അപ്പോൾ നമുക്ക് പക്കായിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? ഇതാണെങ്കിൽ നമുക്കൊരു 4.5 റുപ്യ കൊടുക്കും. 4 റുപ്യക്ക് അല്ലേ? വീണ്ടും ഒരു ഇന്നോവ വൈറ്റ് തന്നെയാണ്. ഇത് ഫസ്റ്റ് ജനറേഷൻ ആ സ്റ്റോക്കിൽ തന്നെ നിർത്തിയൊരു മോഡലാണ് അല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നവർക്ക് വണ്ടി ആൾട്രേഷൻ ചെയ്യുന്നവർക്കൊക്കെ ഓക്കെയാണ്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് 1,80,000 കൊടുക്കും. 1,80,000 കേട്ടോ. പുതിയ ഓൾട്ടോന്റെ പ്രൈസിനാണ് ഇന്നോവയാണ് കൊടുക്കുന്നത്. ക്വാളിറ്റി നമ്മൾ തരും. മെക്കാനിക് ഒക്കെ ഫുൾ കണ്ടീഷന്, പേപ്പർ ഭാഗം പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് 1,80,000 വെറും 1,80,000 ഇന്നോവ കേട്ടോ. ഇതിനടുത്ത് വീണ്ടും ഒരു 7 സീറ്റർ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന ടാറ്റയുടെ ആര്യ, അതായത് 2015 മോഡൽ വണ്ടി. ഇതാണെങ്കിൽ ഇത് വണ്ടിയാണ്. ഇത് ഫൈനൽ നമുക്ക് 2.30 കൊടുക്കും. 2.30 നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ 7 സീറ്റർ നോക്കുന്നത്. സെയിം വീണ്ടും നമുക്ക് ഒരു ടാറ്റ ആര്യ തന്നെയാണ് വരുന്നത്. 2012 കുറച്ച് കേരള വണ്ടി. ഇത് 1.80 കൊടുക്കാം. 1.80 നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. നോക്കി എഞ്ചിൻ മെക്കാനിക്കൽ ഫിറ്റ് ആണ് അല്ലേ? ഇത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ മൈലേജ് നോക്കുന്നവർക്ക് ഒരു മിനി വാഹനം അങ്ങനെ കിട്ടാറില്ല. 2016 മോഡല്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനറേറ്റർ ഉപയോഗിക്കാം, മൈലേജും ഉണ്ട്. ജനറേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അതായത് പ്രത്യേകത കമ്പനി അന്ന് ഇറങ്ങിയ ജനറേറ്റർ ആയിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് വരുന്ന ഒരു വാഹനം അല്ലേ? എല്ലാ സൗകര്യവും ഉണ്ട്. കൊട്ടായിട്ടുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ യാത്ര സൗകര്യം ഉണ്ട്. കൂടുതൽ ഇനി വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. പോളാരിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2016 മോഡൽ വണ്ടി. ഇതാണ് 1,20,000 രൂപ കൊടുക്കുക. 30 കിലോമീറ്ററിന് മേലേക്ക് മൈലേജും കിട്ടും. അപ്പൊ നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി തന്നെ. ഡീസൽ വണ്ടി കേട്ടോ. ഫ്രണ്ട്സ്, അടുത്ത തവണ നമുക്ക് സൺഡേ നിങ്ങൾ കണ്ടുകൊള്ളി നമുക്ക് ചെറിയ ബഡ്ജറ്റിലുള്ള അത്യാവശ്യം നല്ല വാഹനങ്ങൾ ചെറുകാറുള്ള നല്ലൊരു സ്റ്റോക്കിന് നമ്മൾ അടുത്തൊരു പാർട്ടിൽ ഉടൻ തന്നെ വരും. അല്ലെങ്കിൽ ചെറിയ പ്രൈസിന് നമുക്ക് 7 സീറ്ററുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഗംഭീരമായ പാർട്ടാണ്. അപ്പോൾ നമ്മൾ സണ്ണിലായിരുന്നു. ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി, കോട്ടക്കലിൻ്റെയും അതായത് നമുക്ക് വളാഞ്ചേരിൻ്റെ ഇടയിലായിട്ട് പുത്തനത്താണിൽ നിന്നും തിരൂർ റോട്ടിൽ 2-ാലിലാണ് നമ്മൾ സണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഏത് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലും തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളി. അവർക്ക് വേണ്ട ഏതൊരു വാഹനം നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റാഫിക, കറക്റ്റ് നമുക്ക് പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് നമ്പറൊക്കെ വാട്സപ്പ് ചെയ്ത് നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവർ കൊടുക്കുള്ളൂ. കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം. അതിൽ നമ്പർ, ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം വിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആൾക്കാർ കസ്റ്റമർ വിളിക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞുതരും. അങ്ങനെ നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് റാഫിക സൈനിങ് ഓഫ്.